ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹാപ്പി വിഷു. രാവിലെ കണിയൊക്കെ കണ്ടിട്ട് ഞങ്ങളിത് അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് റെഡിയാവാണ്. ഞാനും അമ്മയാണ് അമ്പലത്തിൽ പോകുന്നത്. ഞങ്ങളിത് പോകുന്ന ഇളംകുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലാണ്, ശ്രീകാര്യത്ത്. ഞങ്ങളിത് ഓട്ടോയിലാണ് പോയത്. ഞാൻ ആദ്യമായിട്ടാണ് ഈ അമ്പലത്തിൽ വരുന്നത്. അമ്മ പറഞ്ഞ എക്സ്പീരിയൻസ് വെച്ചാൽ അമ്പലത്തിൽ വന്നത്. അങ്ങനെ അമ്പലത്തിലെത്തി. നല്ല ക്യൂ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ക്യൂ നിന്ന് മഹാദേവനെ കണ്ടു. അതിനുശേഷം അതിനടുത്ത് തന്നെ തൊട്ടടുത്ത് തന്നെ ഒരു ശ്രീകൃഷ്ണൻ്റെ ഒരു അമ്പലം ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെയും കയറി തൊഴുതു. അത് പറയേണ്ടതായിട്ട് തന്നെ ഉണ്ട് കേട്ടോ. രണ്ട് സൈഡിലും തൊഴുത്തൊക്കെ ആയിട്ടായിരുന്നു ഒരു അമ്പലം എന്ന് പറയുന്നത്. എന്താ പറയുക, അമ്മ പറഞ്ഞ എക്സ്പീരിയൻസ് പോലെ തന്നെയായിരുന്നു. അമ്മ പറഞ്ഞായിരുന്നു ഈ ഒരു കുളത്തിൽ ആമയൊക്കെ ഉണ്ടെന്ന്, പക്ഷെ അത് കാണാൻ പറ്റില്ല കേട്ടോ. ആ നടുക്ക് കാണുന്നത് ഹനുമാൻ ക്ഷേത്രമാണ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അവിടെ ചുറ്റുപാടൊക്കെ ഒരു എന്താ പറയുക, ഒരു സമാധാനം നിറഞ്ഞ് ഒരു അന്തരീക്ഷം തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ തൊഴുതിട്ടൊക്കെ ഇറങ്ങിയപ്പോഴാണ് ആദിയോഗിയുടെ രുദ്രാക്ഷമാല ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് ഞങ്ങൾ കണ്ടത്. അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് പേരും നമ്പരും മാത്രം കൊടുത്തുള്ളത് ഫ്രീ ആയിട്ട് തന്നെ കിട്ടി. അങ്ങനെ ഞങ്ങൾ അത് വാങ്ങി തിരികെ ഇറങ്ങിയപ്പോഴത്തേക്ക് ഞങ്ങൾ അതിനുശേഷം അച്ഛൻ്റെ കടയിലോട്ട് പോയി കേട്ടോ. അച്ഛൻ വർക്ക് ചെയ്യണ കടയാണ് ആയുഷ് മെഡിക്കൽ സ്റ്റോർ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് അച്ഛനെയും കണ്ടിട്ട് ഞങ്ങൾ തിരിച്ച് ബസ് സ്റ്റോപ്പിലേക്ക് വന്നു. ബസ് സ്റ്റോപ്പിൽ എത്തിയപ്പോഴത്തേക്ക് ബസ് പെട്ടെന്ന് വന്നു. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി മുക്കിക്കട ഇറങ്ങിയപ്പോഴാണ് അവിടെ ഒരു അമ്പലത്തിൽ പ്രതിഷ്ഠാ വാർഷികമാണെന്ന് അറിഞ്ഞത്. ഞാൻ ആദ്യമായിട്ടാണ് ഈ അമ്പലവും കാണുന്നത്. വേറൊന്നുമല്ല, ആ ഒരു വഴി കണ്ട അവിടെ ഒരു അമ്പലം ഉണ്ടെന്ന് തോന്നത്തില്ല. പിന്നെ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയി തൊഴുത്തിട്ട് നേരെ വീട്ടിലെത്തി. എന്നിട്ട് ആ ക്യൂരിയോസിറ്റി കൊണ്ട് ഞാൻ ആ കവറങ്ങ് പൊട്ടിച്ചു കഴിച്ചു. അപ്പോൾ പൊട്ടിച്ച് നോക്കിയപ്പോഴോ അതിനകത്ത് 2 രുദ്രാക്ഷം ഉണ്ടായിരുന്നു, 2 ചരട് ഉണ്ടായിരുന്നു, ഭസ്മം ഉണ്ടായിരുന്നു. പിന്നെ അവരുടെ ഡീറ്റെയിൽസൊക്കെ കൊടുത്തിരിക്കുന്ന 2 നോട്ടീസ് ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ വായിച്ചു നോക്കി. പിന്നെ അതിൽ ആദിയോഗിയുടെ ഒരു ഫോട്ടോയും ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ ഒരു വട്ടമെങ്കിലും അവിടെ പോകണമെന്ന് തന്നെ ആഗ്രഹിച്ചു. എന്നിട്ട് ഞാൻ ഇതും അമ്മയും കൂടെ 2-3 ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ഓക്കെ, ബൈ.